ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സാമ്പാറാണ് കേട്ടോ. ഈ സാമ്പാറിന് വളരെ പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു തരത്തിലുള്ള പരിപ്പുകളോ എന്നാൽ കഷ്ണങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിവിടെ ആകെ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ തക്കാളിയും സവോളയും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദാലൊന്നും ചേർക്കാതെ തന്നെ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഈ സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ കുഞ്ഞു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഇത്രേ വെജിറ്റബിൾസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് 2 ടൊമാറ്റോ, മീഡിയം ടൈപ്പ് ടൊമാറ്റോ ഞാൻ ഇങ്ങനെ സ്ക്വയർ പീസസായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സവോളയും അതേ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഹിങ് പൗഡർ, നമ്മൾ സാമ്പാറിലൊക്കെ സാധാരണ ചേർക്കുന്ന കായ ഉണ്ടല്ലോ, അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി, ഏകദേശം 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലത്തെ വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം കൂടുതലായിട്ട് തന്നെയാണ് കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ആ സവോളയും തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ടതാണേ, അതും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ഗാർലിക്ക്, ഇത് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം വരയ്ക്കും എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ വളരെ സ്ലോ ആയിട്ട് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടി മൂത്ത് വന്നപ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ച കഷ്ണങ്ങളില്ലേ, അതിലത്തെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ആ തക്കാളിയും സവോളയൊന്നും ഇപ്പം ഇടണ്ട, നമുക്ക് ആ വെള്ളം മാത്രം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇനി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇത് തിളയ്ക്കട്ടെ കേട്ടോ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് മതി കേട്ടോ, ഒരല്പം മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള അത്രയ്ക്കും വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ സാമ്പാർ പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഞാനിവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ കഷ്ണങ്ങളുണ്ടായില്ല, അതായത് തക്കാളിയും സവോളയൊക്കെ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു അല്പനേരം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ എരിവ്, ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പം വേറെ മുളക് പൊടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്കിനി മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ കടുകൊക്കെ പൊട്ടിച്ചില്ലേ, ആ സമയത്ത് ഒരല്പം മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ.
ഇതാ അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു അല്പം ശർക്കര, ഞാനിപ്പോൾ ഇവിടെ ശർക്കര നീരാണ് എടുത്തിട്ടുള്ളത്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ശർക്കര നീരില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ അത് ശർക്കര ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കടലപ്പൊടി. 2 ടീസ്പൂൺ കടലപ്പൊടി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം, ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കടലപ്പൊടി ഒന്ന് നന്നായിട്ട് കലക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അപ്പം നമ്മളുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ആ കടലപ്പൊടിയുടെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി തീ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം. എന്നാൽ ആ കടലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി ആ ടേസ്റ്റ് ഒന്ന്, നമുക്ക് ആ കടലപ്പൊടിയുടെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മളെ സാമ്പാർ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതാ അപ്പം നമ്മളെ സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര ഈസിയാണെന്ന് നോക്കിയാൽ, നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. ആകെ നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോയും അതുപോലെ തന്നെ ഒണിയനും തക്കാളിയും സവോളയും മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. നമുക്ക് വെജിറ്റബിൾസ് വേണ്ട, അതുപോലെ നമ്മൾ ഇതിനകത്ത് പുളിയുടെ വെള്ളം, കോൽപ്പുളി ഒന്നും ചേർത്തിട്ടില്ല, തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. അപ്പോൾ ഞാൻ തീയൊപ്പം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതാ അപ്പം ഞാൻ ആ സാമ്പാറൊന്നും അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേറൊരു പാത്രത്തിലേക്ക്. ഇതാ നോക്കൂ, ഇതിൻ്റെ തിക്നെസ് നോക്കൂ, കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ദാ ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് ഈ സാമ്പാർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ദാ നോക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.